വളരെ നന്നായിട്ട് വളരെ ഭംഗിയായിട്ട് പൊങ്കാല അർപ്പിക്കാൻ എല്ലാ സാഹചര്യവും ഒരുക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ജനങ്ങളൊക്കെ തന്നെ വളരെ സന്തോഷത്തിലാണ്. പൊങ്കാല കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു അരമണിക്കൂറിനുള്ളിൽ, നിവേദ്യം കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ നഗരം ശുചിയാക്കുവാനുള്ള നടപടികളുടെ എല്ലാ കാര്യങ്ങളും പൂർത്തിയായി. ഇന്ന് രാത്രി കൊണ്ട് തന്നെ, രാത്രി എന്ന് പറയുമ്പോഴേക്കും ഒരു പരമാവധി നേരത്തെ തന്നെ നഗരം മുഴുവൻ ശുചിയാക്കി നാളെ രാവിലെ മുതൽ പൂർവ്വസ്ഥിതിയിൽ എല്ലാ പ്രവർത്തനങ്ങളും ഇന്ന് രാത്രി മുതൽ തന്നെ മുൻപത്തെ പോലെ ആകുവാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. വളരെ നന്നായിട്ടുണ്ട്. നമസ്കാരം. ഭക്തിസാന്ദ്രമായ ആറ്റുകാൽ പൊങ്കാലയാണ് ഇന്ന്. തിരുവനന്തപുരം നഗരസഭയുടെ നാഥനായ ശ്രീ വി രാജേഷിന് ഏറെ പ്രത്യേകതയുള്ള ഒരു പൊങ്കാല കൂടിയാണ് ഇപ്രാവശ്യം. കാരണം മേയർ ആയതിനു ശേഷമുള്ള ആദ്യത്തെ പൊങ്കാല. എന്താണ് പറയാനുള്ളത്? വളരെ നന്നായിട്ട് വളരെ ഭംഗിയായിട്ട് പൊങ്കാല അർപ്പിക്കാൻ എല്ലാ സാഹചര്യവും ഒരുക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ജനങ്ങളൊക്കെ തന്നെ വളരെ സന്തോഷത്തിലാണ്. മുൻ വർഷങ്ങളെക്കാളും കൂടുതൽ ഭക്തർ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നന്നായിട്ട് നടന്നിട്ടുണ്ട്. ആൾക്കാർക്ക് പ്രത്യേകിച്ച് യാതൊരു ബുദ്ധിമുട്ടുമില്ല. എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. പൊങ്കാല കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു അരമണിക്കൂറിനുള്ളിൽ, നിവേദ്യം കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ നഗരം ശുചിയാക്കുവാനുള്ള നടപടികളുടെ എല്ലാ കാര്യങ്ങളും പൂർത്തിയായി. ഞങ്ങൾ കോർപ്പറേഷൻ മേയറും സെക്രട്ടറിയും ഡെപ്യൂട്ടി മേയറും ഒക്കെ ഉൾപ്പെടെയുള്ളവർ വിവിധ സ്ഥലങ്ങളിലായി നേതൃത്വം നൽകും. ഇന്ന് രാത്രി കൊണ്ട് തന്നെ, രാത്രി എന്ന് പറയുമ്പോഴേക്കും ഒരു പരമാവധി നേരത്തെ തന്നെ നഗരം മുഴുവൻ ശുചിയാക്കി നാളെ രാവിലെ മുതൽ പൂർവ്വസ്ഥിതിയിൽ എല്ലാ പ്രവർത്തനങ്ങളും ഇന്ന് രാത്രി മുതൽ തന്നെ മുൻപത്തെ പോലെ ആകുവാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. വളരെ നന്നായിട്ട്. കുറച്ച് പ്രതിസന്ധി ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെ എല്ലാ വാർഡിനും ഓരോ ടാങ്കർ നൽകിയോടുകൂടി ഏറെക്കുറെ പരിഹരിച്ചു. എല്ലാം പരിഹരിച്ചു. ആ പൊങ്കാലമായിട്ട് ബന്ധപ്പെട്ട് ഒരു വിഷയം ഉണ്ടാവുകയില്ല. ടാങ്കറുകൾ, ഒരു വാർഡിന് ഒരു ടാങ്കർ എന്നുള്ള നിലയ്ക്കാണ് ഓടിക്കൊണ്ടിരിക്കുക. ഈ ആറ്റുകാൽ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ഈ ചളി, അതൊരു വാർത്തയായിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പരക്കുന്നുണ്ട്. അത് എന്താണ്? അല്ല, സോഷ്യൽ മീഡിയയിൽ പരത്താൻ വേണ്ടി കുറച്ച് ആൾക്കാർ ഇരിപ്പുണ്ട്. പക്ഷേ അത് ആറ്റുകാൽ ട്രസ്റ്റിന്റെ സ്ഥലമാണ്. അവർ തന്നെ പറഞ്ഞു, ട്രസ്റ്റിന് ഓണർഷിപ്പുള്ള പ്രോപ്പർട്ടിയിൽ മറ്റാർക്കും കയറിയിട്ട് ഞങ്ങളല്ല അവർ ചെയ്യേണ്ടത്. ഞങ്ങൾക്ക് അങ്ങനെ കയറി പരിഹരിക്കാനും പറ്റില്ല. മാത്രമല്ല, ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ കയറി കോർപ്പറേഷൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുവാനൊക്കെയുള്ള പരിമിതിയുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയ അത് പൊങ്കാലിടുന്ന സ്ഥലത്തല്ല, KSRTC ബസ് വന്ന് തിരിയുന്ന ആ സ്ഥലത്താണ് ആ പ്രശ്നം കാണുന്നത്. പക്ഷേ ട്രസ്റ്റിൻ്റെ നിയന്ത്രണത്തിന് ഉത്തരവാദിത്വമുള്ള സ്ഥലമാണ്. അവർ ചെയ്യേണ്ടായിരുന്നു. പക്ഷേ അപ്രതീക്ഷിതമായിട്ടൊരു മഴ വന്നതുകൊണ്ടാണ് ആ നിയന്ത്രണത്തിൽ നിൽക്കാതെ പോയത്. വീട്ടിലുള്ള ആരെങ്കിലും പൊങ്കാല ഇടുന്നുണ്ടോ? അമ്മ, ഭാര്യ? ഭാര്യ നമ്മുടെ വീടിൻ്റെ മുമ്പിൽ തന്നെ പൊങ്കാലുണ്ട്. അവിടെ പൊങ്കാലുണ്ട്. എല്ലാ വർഷവും പൊങ്കാല ഇടുന്നു? എല്ലാ വർഷവും അവിടെ തന്നെയാണ് ഇടുന്നത്. ശരി, ഓക്കെ. എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായിരിക്കുന്നു. ആറ്റുകാൽ പൊങ്കാലയുടെ കുടിവെള്ളത്തിൻ്റെ ചില പ്രശ്നങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അതെല്ലാം നിലവിൽ പരിഹരിച്ചു എന്നാണ് മേയർ വി രാജേഷ് നമ്മളോട് വ്യക്തമാക്കുന്നത്. അതേസമയം സോഷ്യൽ മീഡിയയിൽ ഈ പരക്കുന്ന, അതായത് ആറ്റുകാൽ ക്ഷേത്ര പരിസരത്തുള്ള ഈ ഒരു ചെളി, അത് പിന്നെ BJP നഗരസഭയിൽ അധികാരത്തിലേറിയതിന് ശേഷമാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. BJP ആയതുകൊണ്ടാണ് ആ ഒരു വിഷയം പരിഹരിക്കാത്തത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പരക്കുന്നുണ്ട്. അതെല്ലാം വ്യാജമാണ്. അത് ട്രസ്റ്റിൻ്റെ കീഴിൽ വരുന്ന സ്ഥലമാണ്. അതിൽ തീരുമാനമെടുക്കേണ്ടത്, അല്ലെങ്കിൽ അത് നന്നാക്കേണ്ട പ്രവൃത്തി ചെയ്യേണ്ടത് ട്രസ്റ്റാണ് എന്ന് മേയർ വി രാജേഷ് മുൻപും മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. നിലവിലിപ്പോൾ ആറ്റുകാൽ ക്ഷേത്രത്തിലേക്കും തിരുവനന്തപുരം നഗരത്തിലും നിരവധി ഭക്തജനങ്ങൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. എല്ലാവരും അടുപ്പുകളും എല്ലാം തന്നെ ഒരുക്കിയിരിക്കുന്നു. ഭക്തിസാന്ദ്രമായിരിക്കുകയാണ് അനന്തപുരി. എന്തായാലും പറഞ്ഞതുപോലെ, മേയർ വി രാജേഷ് പറഞ്ഞതുപോലെ എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായിരിക്കുന്നു. ഈ ആറ്റുകാൽ അടുപ്പ്, അതായത് ഈ അടുപ്പ് ഒരുക്കുന്നതിനായുള്ള ഈ ഇഷ്ടിക കട്ട ഉൾപ്പെടെ ശേഖരിക്കുന്നതിന്, അത് അവസാന ഘട്ടത്തിൽ ശേഖരിക്കുന്നതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നിലവിൽ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ന് രാവിലെ 7:30 തന്നെ വീട്ടിൽ നിന്നും ഇറങ്ങി ആദ്യം കോർപ്പറേഷനിലേക്ക് തന്നെ എത്തിയിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോർപ്പറേഷൻ്റെ മുറ്റത്താണ്. കോർപ്പറേഷൻ്റെ മുറ്റത്ത് എല്ലാ സ്ഥലങ്ങളിലും അടുപ്പ് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും അല്പസമയത്തിന് ശേഷം ഡെപ്യൂട്ടി മേയർ ആശാനാഥ് ഉൾപ്പെടെ ഉള്ളവർ നഗരസഭയിലെത്തി ഈ ഒരു മുറ്റത്ത് പൊങ്കാലയിടും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.